റെയിൽവേ അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റ് ടെക്നീഷ്യൻ, ബേസിക് ഇലക്ട്രിസിറ്റി 4ാമത്തെ ഭാഗം 3 ഇതുവരെയുള്ള വീഡിയോസ് ഒരു പ്ലേലിസ്റ്റായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ CBT 1ൻ്റെ റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഹിന്ദിക്കാരെ ചാനലിലൊക്കെ ഒന്നുകിൽ ഇന്ന് ഫെബ്രുവരി 26 അല്ലെങ്കിൽ 27 ഏതെങ്കിലും ഒരു ദിവസം എന്തായാലും റിസൾട്ട് വരുമെന്ന് കൺഫേം ചെയ്തിട്ടുണ്ട്. ബേസിക് ഇലക്ട്രിസിറ്റിയിൽ പുതിയൊരു ഭാഗം, ചെറിയൊരു ഭാഗം കൂടെ ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. കറണ്ടിൻ്റെ ഹീറ്റിംഗ് എഫക്റ്റ്. അപ്പോൾ സാധാരണ രീതിയിൽ ഇപ്പോൾ ഒരു ഇസ്തിരിപ്പെട്ടിയിലൊക്കെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇലക്ട്രിക് കറണ്ടിനെ ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഫോർ കണ്ടിന്യൂസ് ഡ്രോയിങ് ഓഫ് കറണ്ട് ദ സോഴ്സ് എനർജി ടു കണ്ടിന്യൂസ്ലി സ്പെൻഡ് ഇറ്റ്സ് a part of the energy from the source can be converted into useful work and the rest will be converted into heat energy. ആ ഹീറ്റിംഗ് എഫക്റ്റിൻ്റെ ബേസിക് കാര്യങ്ങളാണ് പറയുന്നത്. The passage of electric current through a wire results in the production of heat. This phenomenon is called heating effect of current. ഇവിടെ കുറച്ച് എക്സാമ്പിൾ, ഒരു 3 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാണ് നമ്മൾ അയണിങ് മെഷീൻ. ഇസ്തിരിപ്പെട്ടിയിൽ കറണ്ട് കടത്തി വിടുന്നു. ഹീറ്റിംഗ് കോയിലുകൾ. ദ ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് കറണ്ട് ഈസ് യൂസ്ഡ് ഇൻ ഡിവൈസസ് ലൈക്ക് ഇലക്ട്രിക് ഹീറ്റർ, അയൺ എക്സെട്ര. അപ്പോൾ ഹീറ്റിങ്ങുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലോ ആണ് ജൂൾസ് ലോ. ജൂൾസ് ലോ ഓഫ് ഹീറ്റ്. ഒരു കറണ്ട് I ഒരു R റെസിസ്റ്റൻസിലൂടെ കടന്നു പോകുന്നു. അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ആണെന്ന് വിചാരിക്കൂ. ഇവിടെ പറയുന്നത് ഹീറ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർക്ക് ഡൺ ആണ് ഇവിടുത്തെ ഹീറ്റ് എന്ന് പറയുന്നത്. അതൊരു എനർജി. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഈ ഹീറ്റ് എന്ന് പറയുന്നതാണ് വർക്ക് ഡൺ. ഇപ്പോൾ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതെങ്ങനെയാണ് ഈ ഒരു ഇക്വേഷനിലേക്ക് അവസാനം ജൂൾസ് ലോ എന്ന് പറഞ്ഞിട്ട് ഈ ഇക്വേഷനാണ് വേണ്ടത്. ഒന്നുകിൽ ഇത് സിമ്പിളായിട്ട് ഇങ്ങനെ കാണാപ്പാടം പഠിച്ചാൽ മതി, അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ടാണ് കൺസെപ്റ്റ് മനസ്സിലാക്കാൻ, ഇതിലേക്ക് എങ്ങനെയാണ് എത്തുക എന്നുള്ളത്. ഇപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ജസ്റ്റ് ഇത് പഠിച്ചാൽ മതി. H=I²RT. ഇത് വെച്ചിട്ടുള്ള ന്യൂമറിക്കൽസ് ആണ് ഉണ്ടാവുക. പക്ഷേങ്കിൽ ഒരു ഇലക്ട്രിസിറ്റീൻ്റെ കാര്യത്തിൽ ഒരു ഹീറ്റ് ഉണ്ടാവുന്നു. അപ്പോൾ എന്താണ് ഹീറ്റ്? അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അറിയേണ്ടവർക്ക്, ഇപ്പോൾ ഒരു കണ്ടക്ടർ, ഈ കണ്ടക്ടറിലേക്കൂടെ ഒരു കറണ്ട് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഫ്രീ ഇലക്ട്രോൺസ് ഇങ്ങനെ മൂവ് ചെയ്യും. അപ്പോൾ ഒരു ഫ്രീ ഇലക്ട്രോൺസ് ഇങ്ങനെ മൂവ് ചെയ്യും. അപ്പോൾ ഒരു കണ്ടക്ടറിൻ്റെ അകത്ത് എന്തുണ്ടാവും? ഒരു ആറ്റംസ് ഉണ്ടാവും. ഈ ഫ്രീ ഇലക്ട്രോൺസിൻ്റെ കൈനറ്റിക് എനർജി ഈ ആറ്റംസുമായിട്ട് ഈ ഇലക്ട്രോൺസ് കൊളൈഡ് ചെയ്യുന്ന സമയത്ത് ഈ ആറ്റംസ് എനർജൈസ് ചെയ്യപ്പെടും. അതായത് ഒരു ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ ചാർജിൻ്റെ ഫ്ലോ ആണ്. അപ്പോൾ ഈ ഇലക്ട്രോൺസ് ഇങ്ങനെ ഫ്രീ ഇലക്ട്രോൺസ് പാസ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ആറ്റംസുമായിട്ട് കൊളൈഡ് ചെയ്യുമ്പോൾ ആറ്റംസിന് ഈ കൊളീഷൻ മുഖേന എനർജി കിട്ടും. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ആറ്റംസ് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ആറ്റംസ് വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഹീറ്റ് എനർജി, ആ കൈനറ്റിക് എനർജിയെ ഹീറ്റ് എനർജിയായി മാറും. അതാണ് ഈ ബേസിക്കലി ഹീറ്റ്, ഇലക്ട്രിസിറ്റീൻ്റെ ഹീറ്റിംഗ് ക്യാരക്ടർ എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ഇതെന്താണ്? വർക്ക് ഡൺ ആണ്. അപ്പോൾ ഇവിടെ ബേസിക്കായിട്ട് വർക്ക് ഡണ്ണിന് ഇലക്ട്രിസിറ്റിയിലെ ഒരു റിലേഷൻ നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ നമുക്കറിയുന്ന, ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടല്ല, നമ്മളെ സാധാരണ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഏറ്റവും ബേസിക് എന്താ? ഈ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ്ഡ് മാറ്ററാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഫോഴ്സിന് പകരം എന്താണ്? ചാർജാണ്, ഒരു കണ്ടക്ടറിൻ്റെ ചാർജ്. അതുപോലെ ഈ വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒരു ബോഡീനെ വേറൊരു സ്ഥലത്തേക്ക് ഒരു ദൂരം, അതായത് ഇപ്പോൾ ഉള്ള പൊസിഷനിൽ വേറൊരു പൊസിഷനിലേക്ക്, ആ ദൂരത്തേക്ക്, ആ വ്യത്യാസമാണ്, ആ പൊസിഷനിലെ വ്യത്യാസമാണ് ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതാണ് ഇവിടുത്തെ വർക്ക്. അപ്പോൾ ഇവിടെ അതുപോലെ ഇവിടുന്ന് ഒരു പൊസിഷനിൽ നിന്ന് മറ്റൊരു പൊസിഷനിലേക്ക് ഉണ്ടാകുന്ന വ്യത്യാസമാണ് ഡിസ്റ്റൻസ്. അതുപോലെ ഇവിടെ എന്താണ് ശരിക്കും? ഒരു ഇലക്ട്രിക് പൊട്ടൻഷ്യലിൽ നിന്ന് മറ്റൊരു ഇലക്ട്രിക് പൊട്ടൻഷ്യലിലേക്കുള്ള വ്യത്യാസം, അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ ഈ റിലേഷനൊക്കെ നമുക്ക് എന്ത് ചെയ്യുക? കൺസെപ്ച്വലി തന്നെ ഡിറൈവ് ചെയ്യാൻ പറ്റും മനസ്സിൽ തന്നെ. ഒരു ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ വർക്കാണ്, ആ ചാർജിനെ മൂവ് ചെയ്യാനുള്ള വർക്ക്. അപ്പോൾ ആ ഒരു ഇതിൽ നിന്ന് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഇവിടെ വരുമ്പോൾ ആ ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ ചാർജ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്
ഡിസ്റ്റൻസിന് പകരം പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ ആ ഒരു കമ്പാരിസണിൽ H ഈക്വൽ ടു ക്യൂ വി എന്ന് കിട്ടി. അതാണ് ഇവിടെ ആദ്യം കൊടുത്തിട്ടുള്ളത്. ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ റെസിസ്റ്റർ ഈസ് ഈക്വൽ ടു H ഈക്വൽ ടു ക്യൂ വി. അപ്പോൾ ഇവിടെ എന്തായി, ക്യൂ ഇൻറ്റു വി എന്ന് കിട്ടി. ഇനിയിപ്പോൾ ക്യൂവിന് ഒരു റിലേഷൻ നമുക്കറിയാം. ക്യൂവിൻ്റെ റിലേഷൻ പഠിക്കുന്നത് കറണ്ടിൻ്റെ ഡെഫിനിഷനിലാണ്. കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക്കലി നമ്മൾ സിമ്പിളായിട്ട് ആലോചിക്കുമ്പോൾ കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സെക്കൻഡിൽ പാസ് ചെയ്യുന്ന, ഒരു ക്രോസ് സെക്ഷനിലെ പാസ് ചെയ്യുന്ന ചാർജ് റേറ്റ് ക്യൂ ബൈ ടി ആണ് കറണ്ട് എന്ന് പറയുന്നത്. ഇതാണ് ഏറ്റവും ബേസിക്കായ ഡെഫിനിഷൻ. കറണ്ട് എന്താണെന്ന് മനസ്സിൽ വരേണ്ടത് ഈ ചാർജിൻ്റെ റേറ്റാണ്. അപ്പോൾ ഇവിടുന്ന് ചാർജ് ക്യൂവിൻ്റെ ഇക്വേഷൻ എന്താ? ഐ ഇൻറ്റു ടി. അപ്പോൾ ഇവിടുന്ന് എന്ത് ചെയ്താൽ ക്യൂ ഈക്വൽ ടു ഐ ഇൻറ്റു ടി എന്ന് എഴുതാം. അത് നേരെ ഇവിടത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ, ഹീറ്റ് ഈക്വൽ ടു ക്യൂവിന് പകരം ഐ ടി ഇൻറ്റു വി ഇൻറ്റു ഐ ടി. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? ഇത് കിട്ടി. ഇവിടെയാണ് ഈ പറഞ്ഞത് റിലേഷൻ ബിറ്റ്വീൻ ചാർജ് ആൻഡ് കറണ്ട് ഈസ് ക്യൂ ഈക്വൽ ടു ഐ ടി. ഈ ക്യൂ ഈക്വൽ ടു ഐ ടി ഉണ്ടാവുന്നത് നമ്മൾ പറഞ്ഞത് ഐ ഈക്വൽ ടു ക്യൂ ബൈ ടിയിൽ നിന്ന് എടുത്തു. ഇലക്ട്രിക് കറണ്ടിൻ്റെ ഡെഫിനിഷൻ. കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലേക്ക് വരേണ്ടത് ഇങ്ങനെ, ചാർജ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ക്രോസ് സെക്ഷനിലേക്ക് കൂടെ ഒരു സെക്കൻഡിൽ കടന്നു പോകുന്ന ചാർജാണ് കറണ്ട്. അതിൻ്റെ യൂണിറ്റാണ് ആംബിയർ എ. അപ്പോൾ ഇവിടെ ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അവസാനം H ഈക്വൽ ടു വി ഐ ടി എന്ന് കിട്ടി. ഇനിയിപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ ഓംസ് ലോ പ്രകാരം വി ഈക്വൽ ടു, ഓംസ് ലോ എന്ന് പറയുമ്പോൾ വി ഈക്വൽ ടു ഐ ആർ. അപ്പോൾ ഇവിടുത്തെ ഈ വിക്ക് പകരം ഐ ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് സംഭവിക്കും? ഐ ആർ ഇൻറ്റു ഐ ടി. അപ്പോൾ 2I, അത് ഐ സ്ക്വയർ ആവും. H ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. എളുപ്പത്തിൽ എന്ത് കിട്ടി? ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ്, H ഹീറ്റ് ഈസ് ഈക്വൽ ടു ഐ ടു ദ പവർ ടു ആർ ടി. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഇപ്പം പറഞ്ഞത്, ഇതുവരെ പറഞ്ഞതൊക്കെ ഈ ഒരൊറ്റ ഇക്വേഷനെ കൺസെപ്ച്വലി ഡിറൈവ് ചെയ്യുന്നതാണ്. ഇനി ഒന്നുമില്ലെങ്കിലും ഈ ഒരു ഇക്വേഷൻ കാണാപ്പാടം പഠിച്ചാൽ മതി. ഇനി ഐയും ആറും ഓംസ് ലോ ഉപയോഗിച്ച് ഓരോ ക്വസ്റ്റ്യനിൽ തരുന്ന കാര്യങ്ങളനുസരിച്ച് മാറ്റാനുണ്ടാവും. ചില സമയത്ത് ഈ ഇക്വേഷൻ ആയിരിക്കും യൂസ് ചെയ്യേണ്ടി വരിക, ചില സമയത്ത് ഈ ഇക്വേഷൻ ആയിരിക്കും യൂസ് ചെയ്യേണ്ടി വരിക. ഇവിടെ പറഞ്ഞത് എന്താണെന്ന് നോക്കാം. ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് സ്റ്റേറ്റ്സ്. അപ്പോൾ ഇനി ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് പറയണമെങ്കിൽ, ഹീറ്റ് എന്താണെന്ന് പറഞ്ഞു. ഒരു കറണ്ട് കൊടുക്കുമ്പം ഇസ്തിരിപ്പെട്ടിയിൽ ചൂടുണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് ഇനി നമുക്ക് കൺസെപ്ച്വലി മനസ്സിലായി. ഫ്രീ ഇലക്ട്രോൺസ് പാസ് ചെയ്യുന്നു, അതിൻ്റെ അകത്തെ ആറ്റവുമായിട്ട് കൊളൈഡ് ചെയ്യുന്നു, ആറ്റം വൈബ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഹീറ്റ്, അതാണ് നമ്മൾ അവിടേക്ക് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ബൾബിൽ യൂസ് ചെയ്യുന്നത് എന്താ? ഈ ഇവിടെ ഉണ്ടാകുന്ന ഹീറ്റിന് കൊണ്ടുണ്ടാകുന്ന ലൈറ്റ് എനർജീനെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നമ്മളെ വാട്ടർ ഹീറ്ററിൽ യൂസ് ചെയ്യുന്നത് ഈ ഹീറ്റിനെയാണ് യൂസ് ചെയ്യുന്നത്. ബേസിക്കലി ഇതാണ് കൺസെപ്റ്റ്. ഈ ഇലക്ട്രോൺ ഉണ്ടാകുമ്പോൾ ആറ്റം വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഹീറ്റ്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്തു? ഈ ഹീറ്റ് എന്ന് പറയുന്നതിനെ ആ മൂവ് ചെയ്യാനുള്ള വർക്ക് ഡണ്ണായി. വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷനിൽ നിന്ന് ചാർജിനെ കറണ്ടുമായിട്ടുള്ള റിലേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അവിടുന്ന് ഈ ഇക്വേഷനിലേക്ക് എത്തി. ഇവിടുന്ന് ഓംസ് ലോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഐ സ്ക്വയർ ആർ ടി, ജൂൾസ് ലോ ഓഫ് ഹീറ്റിങ്ങിലേക്ക് എത്തി. ഇവിടെ എന്താണ് പറയുന്നത്? ജൂൾസ് ലോ ഹീറ്റിംഗ് സ്റ്റേറ്റ്സ് ദാറ്റ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ എനി റെസിസ്റ്റർ, ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് in any resistor is directly proportional to the square of current passing through the resistor. അപ്പോൾ ആറിനും ടൈമിനും കോൺസ്റ്റൻ്റ് പിടിച്ചു. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ റെസിസ്റ്റർ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ടൈം ഫോർ വിച്ച് ദ കറണ്ട് ഈസ് പാസിങ് ത്രൂ ദ റെസിസ്റ്റർ. അപ്പോൾ ഇതന്നെ ഈ H ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടിയിൽ 6 കോൺസ്റ്റൻ്റ് ആയിട്ട് ഓരോ മെറ്റീരിയലിൻ്റെ ആറിനെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആക്കി മാറ്റി കഴിഞ്ഞാൽ ഈ റിലേഷൻ കിട്ടും. സിമ്പിളായിട്ട് ഇതിൻ്റെ ഒരു ഡെഫിനേഷനായിട്ട് പറഞ്ഞു. ഇതന്നെ സംഭവം. H ഈക്വൽ ടു ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഐ ഇൻറ്റു ടി. അടുത്ത ഡിവൈസുകൾ, വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ. ഇതിൽ ഓർമ്മിക്കേണ്ടത് ഇതൊക്കെയാണ് കീ വേർഡ്സ്. നിക്രോം എന്താണത്? അലോയ് ഓഫ് നിക്കൽ ആൻഡ് ക്രോമിയം ഈസ് യൂസ്ഡ് ഇൻ ഹീറ്റിംഗ് എലമെൻറ്റ്. നമ്മൾ ഹീറ്റിംഗ് എലമെൻറ്റിൽ ഇലക്ട്രിക് കറണ്ടിനെ ഹീറ്റായിട്ട് മാറ്റാൻ ഇസ്തിരിപ്പെട്ടിയിലൊക്കെ യൂസ് ചെയ്യുന്ന ഈ സാധനമാണ് എന്ത്? നിക്രോം. നിക്രോം എന്ന് പറയുന്നത് 2 എലമെൻസിൻ്റെ ചേർന്നിട്ടുണ്ടാക്കുന്നത്. അത് നിക്കൽ ക്രോമിയം, അത് ചേർന്നിട്ടാണ് ഈ നിക്രോം ഉണ്ടാകുന്നത്. നിക്കലും ക്രോമിയവും ചേർന്ന് നിക്രോം. The heating effect of electric current is used in many home appliances such as iron,
ടോസ്റ്റർ, ഓവൻ, ഹീറ്റർ, ഗെയ്സർ. ഇവിടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, എങ്ങനെയാണ് ഈ നിക്രോമിനെയൊക്കെ സെലക്ട് ചെയ്യുന്നത്. ഹീറ്റിംഗ് എലമെൻറ്റ് എന്താണ് അതിൻ്റെ പ്രത്യേകത? ഹൈ റെസിസ്റ്റിവിറ്റി, അതായത് ഇവിടെ ഹീറ്റിംഗ് എഫക്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള കണ്ടക്ടറിനെ യൂസ് ചെയ്യേണ്ട പ്രത്യേകതകൾ ഹൈ റെസിസ്റ്റിവിറ്റി ആയിരിക്കണം, ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ആയിരിക്കണം, കറണ്ട് കൂടിയാലും മെൽറ്റ് ചെയ്യാൻ പാടില്ല, ഓക്സിഡൈസ് ചെയ്യപ്പെടാൻ പാടില്ല, പെട്ടെന്ന് ഓക്സിഡൈസ് ചെയ്യപ്പെടാൻ പാടില്ല. ഓരോന്നിൻ്റെ അപ്ലിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യും, ബൾബിൽ ലൈറ്റ് എനർജിയായി കൺവേർട്ട് ചെയ്യും. എ സ്മോൾ വയർ ഈസ് യൂസ്ഡ് നോൺ ആസ് ഫിലമെൻറ്റ്. ദ ഫിലമെൻറ്റ് ഈസ് മെയ്ഡ് ഓഫ് മെറ്റീരിയൽ ഹൂസ് മെൽറ്റിംഗ് പോയിൻ്റ് ഈസ് വെരി ഹൈ. അപ്പോൾ ഈ ഇവിടെ യൂസ് ചെയ്യുന്ന മെറ്റൽ എന്താ? ഇതാണ് ടങ്സ്റ്റൺ. ഇവിടെ കൊടുത്തിട്ടുണ്ടോ? ഇതാണ് ടങ്സ്റ്റൺ. Tungsten is the commonly used material to make the filament in bulbs. When current passes through this wire, heat is produced in the filament. When the filament is heated, it glows and gives out heat. Basic ആയിട്ടുള്ള കാര്യം. ടങ്സ്റ്റൺ 24. ടങ്സ്റ്റണിൻ്റെ സിമ്പലാണ് W. ഇവിടെ പിന്നെ നമ്മളൊരു സർക്യൂട്ടിൽ എക്സസ് ആയിട്ട് കറണ്ട് വരുമ്പോൾ ബ്രേക്ക് ചെയ്യാനുള്ള സംഭവം നമുക്ക് ബേസിക്കായിട്ടുള്ള ഫ്യൂസ് വയർ, ജസ്റ്റ് അതിൻ്റെ അപ്ലിക്കേഷൻ ഓരോന്നായിട്ട് പറയും. ഇതൊക്കെ ബേസിക്കാണ്. ലാർജ് കറണ്ട് പാസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ ഫ്യൂസ് നേരത്തെ ബൾബിൽ പറഞ്ഞ നേരത്തെ റിവേഴ്സ് ആയിട്ടുള്ള അപ്ലിക്കേഷൻ, ഇത് പെട്ടെന്ന് മെൽട്ടാവും എന്ന് പറഞ്ഞാൽ എന്താ, കട്ടായി പോവും. അപ്പോൾ എന്തായി, അതിൻ്റെ അകത്തുള്ള അപ്ലയൻസസ് സേഫായി. ഫ്യൂസ് വയർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മെറ്റീരിയൽ ഹൂസ് മെൽറ്റിംഗ് പോയിൻ്റ് ഈസ് റിലേറ്റീവ്ലി ലോ. ഒരു ക്വസ്റ്റ്യൻ, an electric heater of resistance 5 ohm connected to an electric source. If current 6 ampere flows through the heater, then find the amount of heat produced in 5 minutes. കണ്ടുപിടിക്കേണ്ടത് ഹീറ്റ് ആണ്. ഹീറ്റിൻ്റെ റിലേഷൻ H=I²RT. ഒന്നുമില്ല, എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ഐക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 6 ആംപിയർ, 6² ഇൻറ്റു 5 ഓം, ടൈം 5 മിനിറ്റ്. അപ്പോൾ ഇവിടെയാണ് ആകെ ഈ ക്വസ്റ്റ്യനിൽ ഒരേ ഒരു പോയിന്റ് ശ്രദ്ധിക്കാനുള്ളൂ, മിനിറ്റിലാണ് തരുന്നത്, നമുക്കത് സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. സ്റ്റാൻഡേർഡ് 5 ഇൻറ്റു 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ്. ഇതെത്രയാണ് ഫൈനൽ ആൻസർ? അതാണ് ആൻസർ. അടുത്തത് പവർ എന്താണ്? എവിടേക്കോ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഈ പവർ. നമ്മൾ ഇത്ര വാട്ട് എന്നൊക്കെ പറയുന്നത് എന്താണ്? പവറാണ്. പവർ ഇസ് ദ റേറ്റ്, അതായത് പെർ യൂണിറ്റ് ടൈം അറ്റ് വിച്ച് ഇലക്ട്രിക്കൽ എനർജി ഈസ് ട്രാൻസ്ഫേർഡ് ബൈ ആൻ ഇലക്ട്രിക് സർക്യൂട്ട്. അതായത് ഇപ്പോൾ എനർജി എന്ന് പറഞ്ഞാൽ എന്താ? ആ വർക്ക് ഡൺ ഒരു യൂണിറ്റ് ടൈമിൽ, അതായത് ഈ റേറ്റ് എന്ന് പറയുന്നത് പെർ യൂണിറ്റ് ടൈമാണ്. ഇതാണ് പവർ എന്ന് പറഞ്ഞാൽ, എനർജി പെർ ടൈം, അതായത് വർക്ക് പെർ ടൈം. ഇപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എന്താ? ഇപ്പോൾ ഈ വാട്ട് എങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ജൂൾ വർക്ക് ഒരു സെക്കൻഡിൽ, ഇപ്പോൾ ഈ ജൂൾ പെർ സെക്കൻഡ് അതാണ് വാട്ട്. ബേസിക്കായിട്ട് പവർ എന്താണ്? ഇലക്ട്രിക് പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സർക്യൂട്ടിലേക്കൂടെ ഒരു യൂണിറ്റ് ടൈമിൽ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന ഇലക്ട്രിക്കൽ എനർജി, അതിൻ്റെ യൂണിറ്റാണ് SI യൂണിറ്റാണ് വാട്ട്. വാട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് പെർ ടൈം, എനർജി പെർ ടൈം, റേറ്റ് ഓഫ് എനർജി. വർക്കിൻ്റെ യൂണിറ്റ് ജൂൾ പെർ സെക്കൻഡ്, ജൂൾ പെർ സെക്കൻഡാണ് വാട്ട്. ഒരു 10 ഓം ഇലക്ട്രിക് ഹീറ്റർ, അവിടെ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് 6. ഓപ്പറേറ്റ്സ് ഓൺ എ 110 വോൾട്ട് ലൈൻ. അപ്പോൾ വോൾട്ടേജ് തന്നിട്ടുണ്ട് V. കാൽക്കുലേറ്റ് ദ റേറ്റ് അറ്റ് വിച്ച് ഇറ്റ് ഡെവലപ്സ് ഹീറ്റ് ഇൻ വാട്ട്സ്. അതായത് കറക്റ്റ് അതിൻ്റെ വാക്ക് അതെന്താണെന്ന് തരാതെ ഡെഫിനിഷൻ തന്നെ വന്നു. റേറ്റ് അറ്റ് വിച്ച് ഇറ്റ് ഡെവലപ്സ് ഹീറ്റ് ഇൻ വാട്ട്സ്. അപ്പോൾ ഹീറ്റ് അതായത് വർക്കിൻ്റെ റേറ്റാണ് ചോദിക്കുന്നത്. ഇതെന്താണ്? വർക്കിൻ്റെ റേറ്റ്, എനർജീൻ്റെ റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് പവറാണ്. പവർ കണ്ടുപിടിക്കാനാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഒന്നുകിൽ ഇവിടെ നമുക്ക് പവറിൻ്റെ സ്ലൈഡിൽ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഒരു ജസ്റ്റ് ഇക്വേഷനൊന്നുമില്ല, ഇവിടെ എന്ത് ചെയ്യുക, ഈ പവറിൻ്റെ ഒരു റിലേഷൻ ജസ്റ്റ് ആയിട്ട് ഒന്ന് എഴുതാം. അപ്പോൾ ഇവിടെ പവർ എന്താണെന്ന് പറഞ്ഞു? വർക്ക് പെർ ടൈമാണ്, അഥവാ ഹീറ്റ് എനർജി പെർ ടൈമാണെന്ന് പറഞ്ഞു.
അപ്പോൾ നമുക്കറിയാം ഹീറ്റിൻ്റെ ഇക്വേഷൻ എന്താ? ഹീറ്റ് ഈക്വൽ ടു ജൂൾസ് ലോ പ്രകാരം I²RT. ഇതാണ് എന്ത് വർക്ക് എന്ന് പറയുന്നത്. ഇവിടെ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പവർ P ഈസ് ഈക്വൽ ടു വർക്ക് പെർ ടൈം. വർക്കിന് ഇവിടെ I²RT ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ I²RT ഡിവൈഡഡ് ബൈ എന്ത്? റേറ്റ്, ടൈം. ഈ ടിയും എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്ത് പോകും. ഈ ടിയും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ എന്ത് കിട്ടും? P ഈക്വൽ ടു I²R. ഈ ഒറ്റ ഒന്ന് മാത്രം ഓർമ്മിച്ചാൽ മതി, ഈ ഒരൊറ്റ സംഭവം മാത്രം. ഇത് വെച്ചിട്ട് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണ്? ഈ ഐയും ആറും ഇതിനു മുമ്പ് എവിടെയാണ് നമ്മൾ കണ്ടത്? ഓംസിലോ എന്താണ്? V ഈക്വൽ ടു IR. അതായത് മൂന്ന് കാര്യങ്ങൾ തമ്മിലുള്ള റിലേഷനാണ് ഓംസിലോ, വിയും ഐയും ആറും. അത് പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്ത് മൂന്ന് റിലേഷൻ ഉണ്ടാക്കാം. വിനൊരു ഇക്വേഷൻ ഉണ്ടാക്കാം, ഐക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കാം, ആറിനൊരു ഇക്വേഷൻ ഉണ്ടാക്കാം. അപ്പോൾ ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? പവറിന് ഇതുപോലെ മൂന്ന് റിലേഷൻ ഉണ്ടാക്കാം. അതായത് ബേസിക്കലി ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും രണ്ടെണ്ണം തന്നു കഴിഞ്ഞാൽ പവർ കണ്ടുപിടിക്കാമെന്ന് അർത്ഥം. അതാണ് ഇവിടെ ലോജിക്കലി ഉദ്ദേശിക്കുന്നത്. പവർ എന്ന് പറഞ്ഞാൽ എനർജി ബൈ ടൈമാണ്. അത് H ഈക്വൽ ടു I²RT. ടിയും ടിയും ക്യാൻസൽ ആകുമ്പോൾ I²R എന്ന് കിട്ടി. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ തന്ന ഏതൊക്കെയാണ്? റെസിസ്റ്റൻസും വോൾട്ടേജും തന്നു. നമുക്കറിയാം പവർ ഈക്വൽ ടു I²RT ബൈ ടി ഈക്വൽ ടു I²R. ഒക്കെ അങ്ങനെ എഴുതണമെന്നുള്ളവർക്ക് ഫുള്ളായിട്ട് എഴുതാം. അപ്പോൾ ഇവിടെ ഓംസ് ലോ പ്രകാരം എന്താണ്? V ഈക്വൽ ടു IR. ഇവിടുന്ന് ഏതെങ്കിലും ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്ത് ചെയ്യാം? ആറിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. R ഈക്വൽ ടു V ബൈ I. ഇവിടുന്ന് ആറിനെ കൊണ്ടുവന്ന് ഐനപ്പുറം കൊണ്ടുപോയി. അപ്പോൾ R ഈക്വൽ ടു V ബൈ I ആയി. ഈ ആറിന് ഇവിടത്തേക്ക് കൊണ്ടുവരാം. I² ഇൻറ്റു V ബൈ I. അപ്പോൾ എന്തായി? I²ൻ്റെ ഒരു ഐയും ഈ ഐയും ക്യാൻസൽ ആകുമ്പോൾ VI എന്നായി. അപ്പോൾ പവറിന് ഇവിടെ ഒരു റിലേഷനും കൂടെ കിട്ടി. അപ്പോൾ ഇത് ഒറ്റൊന്ന് പഠിച്ചിട്ട് ഓരോന്നിലേക്ക് മാറ്റുന്നതാണ് എളുപ്പം. അല്ല, ഇവിടെ ആറും വിയും ആയില്ലതല്ലേ? അപ്പോൾ ചെറുതായിട്ടൊരു അബദ്ധം പറ്റി. നമുക്ക് ഇതൊരു റിലേഷൻ തന്നെയാണ്, പക്ഷെ നമുക്ക് ഇവിടെ വേണ്ടത് ആറും വിയിലുമാണ്. അപ്പോൾ ചെറിയൊരു മാറ്റമൊന്നും കൂടെ മാറ്റം വരുത്താം. P ഈക്വൽ ടു I²R. നമുക്ക് ഇവിടെ വേണ്ടത് ആറും വിയും ആണ്. അപ്പോൾ ഇവിടെ ഐനെ ചേഞ്ച് ചെയ്യുക. ഇപ്പോൾ ഓംസ് ലോ പ്രകാരം ഒന്നുമില്ല, സിമ്പിൾ കാര്യങ്ങൾ തന്നെ. V ഈക്വൽ ടു IR, I ഈക്വൽ ടു V ബൈ R. ഇവിടെ ഐക്ക് പകരം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഐക്ക് പകരം V ബൈ R. അപ്പോൾ V² ബൈ R² ഇൻറ്റു R ഈക്വൽ ടു എന്ത് കിട്ടി? V² ബൈ R എന്ന് കിട്ടി. പവറിൻ്റെ വാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V² ബൈ R. ഇവിടെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 110 വോൾട്ട് സ്ക്വയർ ഇൻറ്റു 110 ഡിവൈഡഡ് ബൈ എന്ത്? 6. എന്താ? 10 ഓം. 10. അപ്പോൾ എന്ത് ചെയ്യും? ഒരു പൂജ്യം ക്യാൻസലായി. 11 സ്ക്വയർ ഇൻറ്റു 0. 11 സ്ക്വയർ 121 ഇൻറ്റു 0 1210 വാട്ട്. അപ്പോൾ ഇവിടെ ഒന്നുമില്ല, പവറിൻ്റെ ഇക്വേഷൻ പഠിച്ചു. അത് വെച്ചിട്ടുള്ള മൂന്ന് റിലേഷൻ. പവർ P ഈസ് ഈക്വൽ ടു I²R. പവർ P ഈസ് ഈക്വൽ ടു VI. പവർ P ഈസ് ഈക്വൽ ടു V² ബൈ R. ഈ മൂന്ന് കാര്യങ്ങളും ഓർമ്മിച്ച് വെക്കുക. ഏറ്റവും എളുപ്പം ഇതൊന്നും പഠിക്കാതെ പവറിൻ്റെ കൺസെപ്റ്റ് പഠിക്കുന്നതാണ്. പവർ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് എനർജിയാണ്. എനർജി എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ, അത് I²RT ആണ്. ടിയും ടിയും ക്യാൻസൽ ആകുമ്പോൾ I²R. V ഈക്വൽ ടു IR ഓംസ് ലോ ഉപയോഗിച്ചിട്ട് മൂന്ന് റിലേഷനും ഇതുപോലെ മാറ്റി എഴുതാം. എക്സാം ടൈമിന് മാറ്റി എഴുതുന്നതാണ് നല്ലത്. 2 ഇലക്ട്രിക്കൽ ലാംപ്സ് ഓഫ് 40 വാട്ട് ഈച്ച്. 2 ലാമ്പിൻ്റെ പവർ തന്നിട്ടുണ്ട്. 40 വാട്ട് ഈച്ച് ആർ കണക്റ്റഡ് ഇൻ പാരലൽ. ദ പവർ കൺസ്യൂംഡ് ബൈ ദ കോമ്പിനേഷൻ. അത് മനസ്സിലായില്ല? അതായത് 2 40 വാട്ട് പവറുള്ള ലാമ്പ് പാരലലി കണക്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ പവർ കൺസ്യൂംഡ്. ഇവിടെ എന്ത് നമുക്കറിയില്ല. ഇപ്പം ഇത് റെസിസ്റ്റൻസ് ആയിരുന്നെങ്കിൽ നമുക്ക് ചെയ്യാനറിയാം. പാരലാണെങ്കിൽ 1/R എഫക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. പവർ പിന്നെ പവറിൻ്റെ
പാരലൽ കോമ്പിനേഷനിൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ അറിയാണ്ടിരിക്കുമ്പോൾ എന്താ ചെയ്യുക, നമ്മൾ ബേസിക്സിലേക്ക് പോവുക. നമുക്കറിയുന്ന കാര്യം എന്താ, പവർ എന്ന് പറഞ്ഞാൽ I²R, അഥവാ വേറൊരു റിലേഷൻ VI. ഇത് നമുക്കറിയാം. ഇവിടെ ബേസിക്കായിട്ട് നമുക്കറിയാം ഒരു പോയിൻ്റ്, രണ്ട് എൻഡ് പോയിൻ്റ് സെയിം ആയിരിക്കും പാരലൽ ആകുമ്പോൾ. അപ്പോൾ അവിടെ എന്തായിരിക്കും സെയിം, അവിടുത്തെ പൊട്ടൻഷ്യൽ, ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ ഡിഫറൻസ് V സെയിം ആയിരിക്കും. ഇവിടത്തേക്ക് വരുന്ന കറണ്ട് ഈ രണ്ടിനും ഷെയർ ചെയ്യപ്പെടും. അപ്പോൾ എന്താണ്, ഇവിടെ ഒരു I എന്ന് പറയുന്ന കറണ്ട് വരുന്നുണ്ടെങ്കിൽ ആ കറണ്ടിനെ ഇവിടെ I1 ആയിട്ടും I2 ആയിട്ടും ഷെയർ ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യുക, കറണ്ടിൻ്റെ ഇവിടെ നിന്ന് P = VI എന്ന് I = എന്തെന്ന് കിട്ടും, P/V എന്ന് കിട്ടും. രണ്ട് പവറിനും P1 P2 എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ P/I, അപ്പോൾ ഇവിടെ I1 ആണെങ്കിൽ P1/V1. ഇവിടെ V1 V2 എന്ന് സെപ്പറേറ്റ് ചെയ്തേണ്ട ആവശ്യമുണ്ടോ, അല്ല. എന്താ, ഇവിടുത്തെ പൊട്ടൻഷ്യൽ സെയിം ആണ്, ഡിഫറൻസ് സെയിം ആണ്. അപ്പോൾ P1/V എന്ന് എഴുതി. I2ന് എന്ത് എഴുതാം, അതേപോലെ P2/V എന്ന് എഴുതാം. ബേസിക് കാര്യം. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ പറയുക, ഈ ഒരു പോകുന്ന കറൻറ്റ്, ഇപ്പോൾ ഇവിടുത്തെ ടോട്ടൽ പവർ എന്ന് പറയുന്നത്, ടോട്ടൽ പവർ P ആണെന്ന് വിചാരിക്കുക. ഇവിടുത്തെ ടോട്ടൽ കറൻറ്റ് I ആണ്. രണ്ട് കാര്യമായിട്ട് സ്പ്ലിറ്റ് ആവുന്നു. P1ഉം കറൻറ്റ് I1 ആയിട്ടും P2ഉം കറൻറ്റ് I2 ആയിട്ടും. ഇവിടുത്തെ കറൻറ്റ് I = രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുന്നു. I1 + I2. ഇവിടെ രണ്ടിനും Iൻ്റെ ഫോമിലേക്ക് ഈ പവറിൻ്റെ റിലേഷനെ മാറ്റിയാൽ I = P/V. I = P/V ഈസ് ഈക്വൽ ടു I1 എന്ന് പറയുമ്പോൾ എന്താണ്, P1/V. I2 എന്ന് പറഞ്ഞാലോ പ്ലസ് P2/V. അപ്പോൾ വിയും എല്ലാം കട്ടായിപ്പോയി. വിയും കോമൺ ആയി എടുത്ത് ഈ വിന്ന് കട്ടായിപ്പോയി. ഇവിടെ എത്തുമ്പോൾ എന്ത് സംഭവിച്ചു, വിയും കട്ടായി. എന്തെന്ന് കിട്ടി, പവർ P = P1 + P2 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലായി, റെസിസ്റ്റൻസിൻ്റെ പാരലലിൻ്റെ ഇക്വേഷൻ പോലെയല്ല പവറിൻ്റെ പാരലലിൻ്റെ എഫക്റ്റീവ് വരുന്നത്. അതായത് റെസിസ്റ്റൻസ് ആണെങ്കിൽ സീരീസിൽ പ്ലസ് ചെയ്യും, പാരലലിൽ മറ്റേ 1/8 ഇട്ടിട്ടുള്ള പരിപാടിയല്ലേ. അപ്പോൾ ഇവിടെ ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഇനി ഡയറക്റ്റ് ഇതിലേക്ക് എഴുതാം. ഇപ്പോൾ ഇവിടെ എന്താ ചെയ്തതെന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാവാത്ത ഒന്നും കൂടെ പറയാം. നമ്മൾ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ട് ലാമ്പ്, ഇലക്ട്രിക് ലാമ്പ് പാരലലായിട്ട് കണക്ട് ചെയ്തു. അതിൻ്റെ രണ്ടിൻ്റെയും പവർ തന്നു ക്വസ്റ്റ്യനിൽ. രണ്ടിനും 40 വാട്ടാണ്. ചിലപ്പം ക്വസ്റ്റ്യനിൽ രണ്ടോ ഒരുമിച്ച് തന്നില്ലെങ്കിൽ 40 50 അങ്ങനെ എന്തെങ്കിലും തരാം. ഇവിടെ രണ്ടിനും 40 തന്നു. അതിൻ്റെ ടോട്ടൽ പവർ കൺസംഷൻ എത്രയാണെന്നാണ് ചോദിക്കുന്നത് ഈ പാരലൽ കോമ്പിനേഷനിൽ. അപ്പോൾ നമുക്ക് എന്താ അറിയില്ല, പവറിൻ്റെ ഇത് അറിയില്ല എന്ന് വിചാരിക്കും. ഇപ്പോൾ ഇത് നമുക്ക് ഇപ്പം അറിയില്ലെങ്കിൽ എന്താ ചെയ്യുക, ബേസിക്സിലേക്ക് പോവുക. പവറിൻ്റെ റിലേഷൻ എന്താ, V/I. ഇത് നമുക്കറിയാം. പിന്നെന്താ അറിയുക, ഇവിടുത്തെ വോൾട്ടേജ് രണ്ട് എൻഡ് പോയിൻറ്റ് സെയിം ആയതുകൊണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആയിരിക്കും, V സെയിം ആയിരിക്കും. കറണ്ട് രണ്ടാക്കും ഷെയർ ചെയ്യും. I എന്നുള്ള കറണ്ട് I1 I2 ആയിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യുക, P = VI ന്ന് ഈ ഒരു ഇക്വേഷൻ I = I1 I2 അതിലേക്ക് P/V എന്ന് പറഞ്ഞ ഫോമിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തു. വിയും ക്യാൻസലായി. P = P1 + P2 എന്ന് കിട്ടി. എന്തെങ്കിലും ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ ഇത് ചെയ്തു നോക്കുക. ഇത് നമുക്ക് ഡൗട്ട് വരും, ഇനി പാരലൽ എന്ന് പറയുമ്പോൾ റെസിസ്റ്റൻസിൻ്റെ കാര്യത്തിൽ വേറെയാണ്, ഇതിൻ്റെ കാര്യത്തിൽ വേറെയാണെന്ന് കൺഫ്യൂഷൻ വരുമ്പോൾ ചെയ്തു നോക്കുക. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി, P = P1 + P2, അതായത് 40 + 40 + 40 ഓപ്ഷൻ C 80 ആൻസർ. Two wires with the resistance R and 2R are connected in parallel. The ratio of heat generated in 2R and R. Simple question. എന്താണ് ഇവിടെ ക്വസ്റ്റ്യൻ ആദ്യം പറയുന്നത്, ഒരു റെസിസ്റ്റൻസ്, അതിൻ്റെ റെസിസ്റ്റൻസ് R ആണെന്ന് തന്നിട്ടുണ്ട്. അടുത്തൊരു റെസിസ്റ്റൻറ്റ്, അതിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്, 2R ആണെന്ന് തന്നിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള ഹീറ്റിൻ്റെ റേഷ്യോ ആണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ആദ്യം ബേസിക്സിലേക്ക് വീണ്ടും പോവാം. നമുക്ക് ഇത് പാരലലാണ്, ഇവിടുത്തെ രണ്ടിൻ്റെയും വോൾട്ടേജ് സെയിം ആണ്. ഇവിടുത്തെ ഹീറ്റിൻ്റെ ഇക്വേഷൻ ആദ്യം എഴുതാം. H = I²RT. ഇതാണ് ജൂൾസ് ലോ പ്രകാരം. ഇവിടെ നമുക്ക് വോൾട്ടേജും റെസിസ്റ്റൻസും വെച്ചിട്ട് മാറ്റി എഴുതാം ഓംസ് ലോ പ്രകാരം. V = IR.
ഇതിന് സെപ്പറേറ്റ് എഴുതണമെന്നില്ല. വി ഈക്വൽ ടു ഐ ആർ. അപ്പോൾ ഐ ഈക്വൽ ടു വി ബൈ ആർ. ഐ ഈക്വൽ ടു വി ബൈ ആർ. അപ്പോൾ ഐ സ്ക്വയർ എന്ന് പറയുമ്പോൾ വി സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ ടി. ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ആർ സ്ക്വയറിൻ്റെ ഒരു ആറും ക്യാൻസലാവും. അപ്പോൾ എന്ത് കിട്ടി? വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി എന്ന് കിട്ടി. അപ്പോൾ ഇത് എച്ച്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ട് റെസിസ്റ്റൻസിൻ്റെയും സെപ്പറേറ്റ് എച്ചിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ശരിക്ക് സെപ്പറേറ്റ് എഴുതലല്ല, ഇതിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കുക. H1 ഡിവൈഡഡ് ബൈ H2. അപ്പോൾ എന്ത് ചെയ്യുക? രണ്ട് എൻഡ് പോയിൻ്റ് സെയിം ആണ്, അതുകൊണ്ട് വി രണ്ടുപേർക്കും സെയിം ആയിരിക്കും. വി സ്ക്വയർ ടി ഡിവൈഡഡ് ബൈ ആർ ഡിവൈഡഡ് ബൈ H2 എന്നാണ്. അപ്പോൾ എന്ത് ചെയ്യും? നേരെ തിരിയും. ഇവിടുത്തെ റെസിസ്റ്റൻസ് എത്രയാണ്? 2R ഡിവൈഡഡ് ബൈ വോൾട്ട് സെയിം വി സ്ക്വയർ ഇൻറ്റു ടി. അപ്പോൾ എന്ത് കിട്ടി? വി സ്ക്വയർ ടിയും ക്യാൻസലായി 2:1 കിട്ടി. അപ്പോൾ ഇവിടെ ഒരു ചെറിയ കൊടുക്കുള്ളത് നമ്മൾ എടുത്തിട്ടുള്ളത് ശ്രദ്ധിക്കണം. നമ്മൾ എടുത്തിട്ടുള്ളത് 6 ഫസ്റ്റും 2R സെക്കൻഡുമാണ്. പക്ഷെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ആദ്യം 2R രണ്ടാമത് 6 അപ്പോൾ ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? 2:1 എന്ന് കുത്തും. ഇവിടെ ആദ്യം നമ്മൾ 1 എന്ന് പറഞ്ഞിട്ട് എടുത്തത് 6 2R H2 എന്ന് പറഞ്ഞിട്ടാണ് എടുത്തത്. ക്വസ്റ്റ്യനിൽ നേരെ തിരിച്ച് 2R 6 ചോദിക്കുന്നത്. അപ്പോൾ നേരെ തിരിച്ച് 1:2. ഒന്നിക്കൽ ചെയ്യുമ്പം തന്നെ ഇത് 2R ഇത് 6 എടുത്താൽ മതിയായിരുന്നു. പിന്നെ അല്ലെങ്കിലും ഇത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ക്വസ്റ്റ്യനിൽ എന്താണ് തന്നിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഒന്നും കൂടെ എന്താണ് തന്നിട്ടുള്ളത് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് റെസിസ്റ്റൻസ് പാരലലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആറിൻ്റെ വാല്യൂ മാത്രമേ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളൂ. അതിൻ്റെ ഹീറ്റിൻ്റെ റേഷ്യോ ആണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് ഒന്നും അറിയില്ലെങ്കിലും ഹീറ്റിൻ്റെ റിലേഷൻ എഴുതുക. H ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. ഐനെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി എന്ന് കിട്ടി. അപ്പോൾ ഇവിടുന്ന് എന്ത് കിട്ടി? വിയും ടിയും കോൺസ്റ്റൻ്റ് ആണെന്ന് കിട്ടി. അപ്പോൾ എന്ത് ചെയ്യുക? വിയും ടിയും കട്ട് ചെയ്ത് പോവും. അപ്പോൾ എച്ചിൻ്റെ റേഷ്യോ റെസിസ്റ്റൻസിൻ്റെ റിവേഴ്സ് റേഷ്യോയിലായിരിക്കുന്നു ഇവിടുന്ന് കിട്ടി. അപ്പോൾ എന്തായി? 2R:R എന്ന് പറയുമ്പോൾ റെസിസ്റ്റൻസിൻ്റെ റേഷ്യോ 2:1 ആണ്. അപ്പോൾ അതുകൊണ്ട് ഹീറ്റിൻ്റെ റേഷ്യോ 1:2 ആയിരിക്കും. ഇങ്ങനെയാണ് എക്സാമിന് ശരിക്കും ചെയ്യേണ്ടത്, ടൈം ലാഭിക്കാൻ വേണ്ടിയിട്ട്. ആദ്യം നമ്മൾ ജസ്റ്റ് വാല്യൂ ഇട്ട് കറക്റ്റ് റേഷ്യോ തന്നെ കണ്ടുപിടിച്ചു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ഈ വി സ്ക്വയർ ടിയിലെ H ഈക്വൽ ടു വി സ്ക്വയർ ടിയിലെ വിയും ടിയും പാരലൽ കണക്ഷനിൽ സെയിം ആണ് വി എന്ന് എഴുതി. അപ്പോൾ അത് രണ്ടും ക്യാൻസലായി. അപ്പോൾ ഇവിടെ H ഈക്വൽ ടു 1/R, അതായത് H കൂടുമ്പോൾ R കുറയും, റിവേഴ്സ് റേഷ്യോയിലായിരിക്കും. റെസിസ്റ്റൻസിൻ്റെ റേഷ്യോ 2R:R, ആറും കട്ടായ 2:1 കിട്ടി. അതുകൊണ്ട് ഹീറ്റിൻ്റെ റേഷ്യോ 1:2. ഇങ്ങനെയാണ് എക്സാമിന് എഴുതേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ 100 വാട്ട് പവർ തന്നിട്ടുണ്ട്. ഇൻ 2 മിനിറ്റിൽ സെക്കൻഡ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് H ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് കൺസെപ്റ്റിലേക്ക് പോവാം. പവർ തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്. പവർ എന്ന് പറഞ്ഞാൽ എന്താ? വർക്ക് അഥവാ എനർജി, ഹീറ്റ്. അവിടുത്തെ ഹീറ്റ് ബൈ ടൈമാണ് പവർ എന്ന് പറഞ്ഞാൽ. നമുക്ക് പിയും തന്നിട്ടുണ്ട്, ടിയും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് എന്ത് എഴുതാം? H ഹീറ്റ് H ഈസ് ഈക്വൽ ടു P ഇൻറ്റു ടി. എല്ലാം SIൻ്റെ യൂണിറ്റ് തന്നെ ശ്രദ്ധിച്ച് എഴുതേണ്ടി വരും. P എന്ന് പറഞ്ഞാൽ വാട്ടിൽ തന്നത് 100 ഇൻറ്റു ടൈം 2 മിനിറ്റ് ടു 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ്. അപ്പോൾ 6 2 12 3 0 ഇത് 10⁻³ ആണ്. ജൂളിൽ ആൻസർ കിട്ടി. ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ എ 100 വാട്ട് ഹീറ്റർ. പവർ തന്നു ഇൻ 2 മിനിറ്റ്. ടിയും തന്നു. നമ്മളോട് ചോദിക്കുന്നത് ഹീറ്റ്. പവറിൻ്റെ ഇക്വേഷൻ P ഈക്വൽ ടു വർക്ക് ബൈ ടൈം, ഹീറ്റ് ബൈ ടൈം, എനർജി ബൈ ടൈം, റേറ്റ് ഓഫ് എനർജി. അപ്പോൾ അവിടുന്ന് ഹീറ്റ് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം, 100 ഇൻറ്റു 2 ഇൻറ്റു 60. എ ഹീറ്റർ കോയിൽ ഈസ് കട്ട് ഇൻറ്റു 2 ഈക്വൽ പാർട്സ്. അതായത് ഒരു ഹീറ്ററിൻ്റെ കോയിൽ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ആയിട്ട് കണക്കാക്കാം. അത് 2 ഈക്വൽ പാർട്സ് ആയിട്ട് ഹാഫായി കട്ട് ചെയ്തു, പകുതിയായി കട്ട് ചെയ്തു. ഓൺലി 1 പാർട്ട് ഈസ് നൗ യൂസ്ഡ് ഇൻ ദ ഹീറ്റർ. ദ ഹീറ്റ് ജനറേറ്റഡ് വിൽ നൗ ബി.
ഓക്കെ. അപ്പോൾ ഇത് എന്ത് ചെയ്യും, ഒരു പർട്ടിക്കുലർ വോൾട്ടേജിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതിനെ ഹാഫായിട്ട് കട്ട് ചെയ്തു. അപ്പോൾ 6 എന്നുള്ളത് 6/2 ആയി. അല്ല, റെസിസ്റ്റൻസിനെ പകുതിയായി കട്ട് ചെയ്തു. ദ ഹീറ്റ് ജനറേറ്റഡ് വിൽ നൗ ബി. ഓക്കെ. അപ്പോൾ ഇവിടെ എന്താണ് വർക്കുള്ളത് നോക്കാം. ഇത് ഒരു കുറേ ആളുകൾക്ക് തെറ്റിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഇത്. ഇതെങ്ങനെയാണ് തെറ്റിക്കുക? ഇപ്പം പറയുന്നത് തെറ്റാണ്. ഇതെങ്ങനെയാണ് തെറ്റിക്കുക എന്ന് പറഞ്ഞാൽ H = I²RT. നമുക്ക് എന്താ അറിയാം, ലെങ്ത്ത് പകുതിയാവുമ്പോൾ റെസിസ്റ്റൻസും പകുതിയാവും. അപ്പോൾ എല്ലാവരും എന്ത് വിചാരിക്കും, റെസിസ്റ്റൻസ് പകുതിയാകുമ്പം ഈ ഇക്വേഷൻ പ്രകാരം എച്ചും പകുതിയാവും എന്ന് പറഞ്ഞിട്ട് ഇത് കുത്തിയിട്ട് പോകും. അപ്പോൾ ഇവിടെ എന്തുണ്ട്, അപ്പോൾ അത് തെറ്റാണ്. ഈ ഇക്വേഷനിൽ 6 ചേഞ്ച് ചെയ്യുമ്പം ഐയും ചേഞ്ച് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇത് ഹാഫായിട്ട് എടുക്കാൻ പാടില്ല. ആ ഒരു കൺസെപ്റ്റിന് വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ കൊടുക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഓംസ് ലോ പ്രകാരം V = IR. ഈ ഒരു റെസിസ്റ്ററിൻ്റെ കാര്യത്തിൽ ഇവിടെ ഈ സെല്ല് കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിമാണ്, V സെയിമാണ്. അപ്പോൾ ഈ V സെയിമായിട്ട് നിൽക്കുമ്പോൾ I കൂടുമ്പോൾ R കുറയും. അങ്ങനെയാണ് ഈ V സെയിം ആവുന്നത്. ഇവിടെ എന്തുണ്ട്, അടുത്തൊരു റിലേഷൻ നമുക്ക് എഴുതാം. ഐനെ മാറ്റിയിട്ട് V = IR, I = V/R. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐക്ക് പകരം V/R, I² പകരം V²/R, V²/R². അതിലൊരു R മേലത്തെ ആറുമായി കട്ടായി പോകും. അപ്പോൾ V²R/T എന്ന് കിട്ടി. ഇവിടെ ഇപ്പോൾ എന്ത് കിട്ടി, V²ഉം Tയും. അപ്പം മറ്റേ ക്വസ്റ്റ്യനിൽ കൊടുത്ത പോലെ വേണമെങ്കിൽ റേഷ്യോ ആയി എഴുതി കട്ടൊക്കെ ചെയ്യാം. അതിന് പകരം എന്ത് ചെയ്താൽ മതി, V ഇവിടെ സെയിം അല്ലേ, സെയിമാണ്, ടൈം സെയിമാണ്. അപ്പോൾ H എന്താണെന്ന് കിട്ടി, H പ്രൊപ്പോർഷണൽ ടു 1/R എന്ന് കിട്ടി. അപ്പോൾ അതായത് ഈ 2 ഈക്വൽ പാർട്ടിലേക്ക് കട്ട് ചെയ്യുന്നു, അതായത് ഹാഫായിട്ട് കട്ട് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യും, H നേരെ റിവേഴ്സ്, R ഹാഫ് ആകുമ്പം H ഡബിൾ ആവും. അങ്ങനല്ലേ, അതായത് ഈ റേഷ്യോ ആയിട്ട് എഴുതുമ്പോൾ എങ്ങനെ എഴുതുക, ഹാഫ് ആവാന്നാണ്. 2:1 ആകുമ്പോൾ എന്ത് ചെയ്യും, 1:2 ആയിട്ട് H മാറും, ഡബിളായി മാറും. ഇതൊരു ചെറിയ ട്രിക്കി ക്വസ്റ്റ്യനാണ്. സിമ്പിളാണ്, കൺസെപ്റ്റ് കിട്ടിയ സിമ്പിളാണ്. പക്ഷേ പെട്ടെന്നൊരു ആവേശത്തിൽ, എക്സാം ഹാളിലെ ആവേശത്തിൽ എന്ത് ചെയ്യും, 6 പകുതിയായി. അപ്പോൾ ഈ ഇക്വേഷൻ മാത്രമേ ഓർമ്മയുണ്ടാവുള്ളൂ. 6 പകുതിയായി, H നേരെ പകുതിയായി എന്ന് പറഞ്ഞിട്ട് B കുത്തും. അപ്പോൾ എന്തല്ല, 6 മാറുന്നതിന് കണക്കായിട്ട് ഇവിടെ ഓംസ് ലോ പ്രകാരം കറൻറ്റും കൂടെ ചേഞ്ച് ചെയ്യും. അപ്പോൾ അത് ഡബിൾ. ഇവിടെ 6 പകുതിയാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ പ്രകാരമാണ്. R = ρL/A. ഇത് വെച്ച് കുറേ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടാണ് അത് മെൻഷൻ ചെയ്യേണ്ടുന്നത്. L പകുതിയായി എന്നാണ് പറഞ്ഞത്. ലെങ്ത്ത് പകുതിയാകുമ്പോൾ എന്ത് ചെയ്യും, റെസിസ്റ്റൻസ് പകുതിയാവും. അത് പ്രകാരമാണ് ഇവിടെ 6 പകുതി എന്ന് പറഞ്ഞത്.